ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പിവറ്റ് ടേബിൾ. ഹൗ ടു അനലൈസ് റിപ്പോർട്ട് ഫ്രം മന്ത് ടു മന്ത്. പലപ്പോഴും നമുക്ക് സെയിൽസ് റിപ്പോർട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മന്ത് ടു മന്ത് അനലൈസ് ചോദിക്കാറുണ്ട്. ഇതിന് പലപ്പോഴും ഫോർമുലേഷനാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. നമുക്ക് ഫോർമുലേസ് ഉപയോഗിക്കാതെ വളരെ ക്വിക്കായിട്ട് തന്നെ പിവറ്റ് ടേബിൾ വഴി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻസെർട്ടിൽ വന്ന് പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാറ്റഗറി വൈസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കാറ്റഗറീനെ സെലക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക് റോ ലേബിളിൽ കാണാൻ നിങ്ങൾക്ക് കാറ്റഗറീസ്. അതുപോലെ ഡേറ്റിനെ ഡ്രാഗ് ചെയ്ത് കോളം ലേബിളിൽ കൊണ്ടുവരിക. ഇപ്പം നമുക്കിവിടെ ഡേറ്റ് വൈസ് ആയിരിക്കും കാണാം. ഇതിനെ മന്ത്ലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മന്ത് വൈസിലേക്ക് ആക്കാൻ പറ്റും. മന്ത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമുക്ക് വളരെ ഈസി മെത്തേഡാണ്, കാരണം എന്ത് ഡേയ്സിനെയും ക്വാർട്ടർ വൈസ് ആക്കാൻ ഇയർ വൈസ് ആക്കാൻ നമുക്ക് സാധിക്കും ഇതിലൂടെ. അതുപോലെ ടോട്ടൽ എമൗണ്ടിനെ ഡ്രാഗ് ചെയ്തിട്ട് വാല്യൂസ് കൊണ്ടിട്ട് നമുക്ക് ടോട്ടൽ എമൗണ്ട് കാണാം, മന്ത് വൈസ് ടോട്ടൽ കാണാം. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ മന്ത് ഓഫ് മന്ത് ചേഞ്ചസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയൊരു കോളം ഇൻസെർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ടോട്ടൽ കോളം ഡ്രാഗ് ചെയ്തിട്ട് വാല്യൂസ് കൊണ്ട് ഡ്രാഗ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ കോളം കാണാം, ഇവിടെ സം ഓഫ് ടോട്ടൽ ടു. ഈ ടോട്ടൽ ടൂല് അവിടെ ഡൗൺ വരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സിലേക്ക് വരാം. ഇവിടെ ഷോ വാല്യൂസിന് ഒരു ഓപ്ഷൻ കാണാം. അവിടെ ഷോ വാല്യൂസിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ പെർസെൻറ്റേജ് ഓഫ് ഡിഫറൻസിന് ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ബേസ് ഫീൽഡ് കാണാം, അത് ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രീവിയസ് മന്ത് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്, പ്രീവിയസ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പ്രീവിയസ് മന്ത് വെച്ചിട്ടുള്ള വാല്യൂസ് ആണ് ഓരോ മാസം ഡിഫറൻസ് ആയിട്ട്. ഇതിൽ നമുക്ക് സം ഓഫ് ടോട്ടൽ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് സെയിൽസ് ആണ് കൊണ്ടുവരേണ്ടത്. അതിൻ്റെ ക്വിക്കസ്റ്റ് വേ പറഞ്ഞാൽ ജസ്റ്റ് ഫൈൻഡ് ആൻഡ് റിപ്ലേസ് കൊടുക്കുക. സം ഓഫ് ടോട്ടൽ കൺട്രോൾ കൊടുത്ത് കഴിഞ്ഞാൽ റിപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ സെയിൽസ് ടു ഓപ്ഷൻ നമുക്ക് കാണാം. അതിന് നമുക്ക് ഇതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ചസ്, കാരണം നമുക്ക് റിപ്പോർട്ട് ഫോർമാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. അതിന് സെയിൽസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കൊടുക്കുക, റീപ്ലേസ് ഓൾ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റിനോട് കാറ്റഗറി ടൈപ്പ് ചെയ്യാം. കാറ്റഗറി ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് കൂടുതൽ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഹോം ടാബിൽ വരെ ഇവിടെ ആയിട്ട് നമുക്ക് ഫുൾ ബോർഡർ ഇൻസെർട്ട് ചെയ്യാം. ഫോണ്ടിൽ ഫുൾ ബോർഡർ സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് റിപ്പോർട്ട് കിട്ടി. ഇനി നമ്മളിപ്പോൾ മന്ത് വൈസ് കമ്പയർ ചെയ്യാൻ പറ്റും, ഓരോ മന്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ മാർച്ച് ഏപ്രിൽ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് ഏപ്രിൽ മാത്രമേ കാണൂ. അപ്പോൾ ഇവിടെ നമുക്ക് കോളം എഫിലും ജിയിലും കാണാം, എക്സ്ട്രാ ഒരു കോളം കാണാം, ഗ്രൈൻഡ് ടോട്ടൽ. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈനിൽ വരെ ഗ്രൈൻഡ് ടോട്ടലിൽ നമുക്ക് ഓൺ ഫോർ കോളംസ് ഓൺലി മാത്രം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കോളത്തിൻ്റെ ടോട്ടൽ മാത്രമേ കിട്ടുള്ളൂ, റോ ടോട്ടൽ റിമൂവ് ആവും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് ഏത് മന്ത് വേണമെങ്കിലും കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല റിപ്പോർട്ടുകളും നമുക്ക് ഒരുപാട് യൂസേജ് ആണ്, അത് വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.